പാസ്റ്റിൽ പൂർത്തിയായ പ്രവൃത്തികൾ പറയാൻ ഉപയോഗിക്കുന്നതാണ് പാസ്റ്റ് സിമ്പിൾ ടെൻസ്. ഗ്രാമർ റൂൾസ് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാനുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് സ്വാഗതം. ഷീ വെൻറ്റ് ഏർലി. അവൾ നേരത്തെ പോയി. പാസ്റ്റിൽ പൂർത്തിയായ പ്രവൃത്തികൾ പറയാൻ ഉപയോഗിക്കുന്നതാണ് പാസ്റ്റ് സിമ്പിൾ ടെൻസ്. ദേ അറൈവ്ഡ് ഇൻ ദ ഏർലി മോർണിംഗ്. അവർ പുലർച്ചെ എത്തി. ഐ സോ ഹിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവനെ കണ്ടു. പറഞ്ഞു, വന്നു, പഠിച്ചു, ഇതുപോലെ പറയുന്നതിനു വേണ്ടി. ഇനി സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് ഐ, മെയിൻ വേർബ് സോ, ഒബ്ജക്റ്റ് ഹിം, ടൈം എക്സ്പ്രഷൻ യെസ്റ്റർഡേ. ഇതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, സബ്ജക്റ്റാണ് തുടക്കത്തിൽ വരാനുള്ളത്. പ്രവൃത്തി, അതായത് ആക്ഷൻ ചെയ്യുന്ന ആരാണോ അവരാണ് സബ്ജക്റ്റ്. രണ്ടാമത്തെ കാര്യം, വേർബ് V2 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. വേർബ്സിൻ്റെ ടേബിൾ ഒന്ന് കണ്ടുവരാം. ഇവിടെ V1, V2, V3, V4 എന്ന ഓർഡറാണ് വരുന്നത്. ടെൻസ് ഏതാണ് വരുന്നത് അതിന് അനുസരിച്ചു ഫോമിൽ മാറ്റം വരും. പാസ്റ്റ് സിമ്പിൾ ടെൻസ് വരുമ്പോൾ V2 ഫോം തന്നെ ഉപയോഗിക്കണം. 3. എന്താണ് ഒബ്ജക്റ്റ്? പ്രവൃത്തി ചെയ്യുന്നത് എന്തിനു നേരെയാണോ അതാണ് ഒബ്ജക്റ്റ്. ഞാൻ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരാണ് ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ ഞാൻ അവനെ കണ്ടു. സബ്ജക്റ്റ് ഞാൻ, വേർബ് കണ്ടു, ഒബ്ജക്റ്റ് അവനെ. മനസ്സിലായല്ലോ? സബ്ജക്റ്റ് എല്ലാം കൊണ്ടുവരാം. ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഒന്നാമത്തെ കാര്യം, ഓക്സിലറി വേർബ് ഡിഡ് സബ്ജക്റ്റിന് മുൻപ് കൊടുക്കണം. ഓക്സിലറി വേർബിനെ ഹെൽപ്പിംഗ് വേർബ് എന്ന് മറ്റൊരു പേരിലും അറിയപ്പെടും. വേർബിനെ അർത്ഥവ്യത്യാസം വരുത്താൻ, അതായത് പ്രവൃത്തി എപ്പോഴാണ് നടന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഓക്സിലറി വേർബ്, അതായത് ഹെൽപ്പിംഗ് വേർബ്. 2. വേർബ് V2 എന്നതിനു പകരം V1 ഫോമാണ് കൊടുക്കേണ്ടത്. ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ. നീ ഇന്നലെ അവനെ കണ്ടോ? അടുത്തത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. 1. സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വേർബ് ഡിഡ് പ്ലസ് നോട്ട് കൊടുക്കണം. 2. ഇവിടെയും V1 ഫോം തന്നെയാണ് കൊടുക്കേണ്ടത്. ഐ ഡിഡ് നോട്ട് സീ ഹിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവനെ കണ്ടില്ല. ഡിഡ് നോട്ടിൻ്റെ ഷോർട്ട് ഡിഡൻറ്റ് എന്നും പറയാം. അടുത്ത വീഡിയോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഗ്രാമർ റൂൾസ് മനസ്സിലാക്കി ശരിയായി വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാം. താങ്ക് യു.